നമുക്ക് ഫോണിക് സൗണ്ട് നോക്കാം. എ മുതൽ Z വരെയുള്ള അക്ഷരങ്ങളുടെ ഫോണിക് സൗണ്ട് അഥവാ ഉച്ചാരണങ്ങൾ. ആദ്യം നമുക്ക് ഫോണിക്കിന്റെ സ്പെല്ലിംഗ് പഠിക്കാം. PHONICS. ഒന്നുകൂടെ പറയാം. PHONICS. ഒരു 10 പ്രാവശ്യം വായിക്കാം. എന്നിട്ട് കണ്ണടച്ചിങ്ങാണ്ട് PHONICS ഫോണിക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൽഫബറ്റിന്റെ പഠിച്ചിരുന്നു. സൗണ്ട് എന്നുള്ള സ്പെല്ലിംഗ് നോക്കാം. SOUNDS സൗണ്ട്സ്. SOUNDS. ഇനി ഒന്ന് കണ്ണടച്ച് നോക്കാം. SOUNDS. സൗണ്ട് ഇതിന്റെ ഡി വരെയുള്ളൂ. SOUND. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിക്കാന്നുള്ളത് ഓർമ്മല്ലേ? ആൽഫബറ്റ്, ക്യാപിറ്റൽ, സ്മോൾ ആൻഡ് ലെറ്റർ. സ്പെല്ലിങ്ങും എല്ലാം നമ്മൾ പഠിച്ചിരുന്നു, ഓർമ്മയല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തപോലെ കണ്ണടച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കുക. അത് ആൽഫബറ്റ്. ALPHABET ആൽഫബറ്റ്. ക്യാപിറ്റൽ CAPITAL ക്യാപിറ്റൽ. സ്മോൾ SMALL സ്മോൾ. ലെറ്റർ LETTER. ഓക്കെ, ഇന്ന് നമുക്ക് ഓരോന്നിന്റെ ഉച്ചാരങ്ങൾ നോക്കാം. ആപ്പിൾ എന്നൊക്കെ പറയല്ലേ? അപ്പൊ ഏന്റെ ഉച്ചാരണമാണ് ആ. നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളൂ, മുന്നോട്ട് പോയിട്ട് കാര്യം, അല്ലാതെ നമുക്ക് വായിക്കാനും ഒന്നിനും കഴിയില്ല. അടുത്തത് നമുക്ക് നോക്കാം. ബി. ബിന്റെ സൗണ്ടാണ് ബ. ബിന്റെ സൗണ്ട് ബ. ഇനി നമുക്ക് സി നോക്കാം. സിയുടെ സൗണ്ടാണ് ക. ഇനി ഡി നോക്കാം. ഡിയുടെ സൗണ്ടാണ് ഡ. ഇയുടെ സൗണ്ടാണ് എലിഫന്റ്. എഫിന്റെ സൗണ്ടാണ് ഫ്. ജി ഗ. എച്ച് ഹ. ഐ ഇ. ഐയുടെ സൗണ്ട് ഇ. ജെ കെ എൽ എം എൻ ഓക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഓ തന്നെ. ഓയുടെ സൗണ്ട് ഓ. പിയുടെ സൗണ്ട് പ്. ക്യൂയുടെ സൗണ്ട് ക്യു. ആർ. അതിന്റെ സൗണ്ട് എസിന്റെ സൗണ്ട് സ്. ടിയുടെ സൗണ്ട് ട്. യുടെ സൗണ്ട് അ. അംബർല. വിയുടെ സൗണ്ട് വ്. ഡബ്ല്യൂയുടെ സൗണ്ടും വ്. എക്സിന്റെ ഉച്ചാരണം എക്സ് തന്നെയാണ്. എക്സ്. വൈയുടെ സൗണ്ട് ഇ. അപ്പൊ അവസാനത്തെ അക്ഷരം 26ാമത്തെ അക്ഷരമായ സെഡിന്റെ ഉച്ചാരണം Z. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണുള്ളത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.